ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കറി വയ്ക്കാൻ മീൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പുരയിടത്തിൽ പോയി തീയിൽ വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് കത്തിരിക്കയൊക്കെ നട്ടിട്ടുണ്ട്, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിയിടം കാണാം കേട്ടോ. വലിയ കൃഷിയിടമൊന്നും ഇല്ല കേട്ടോ, എന്നാലും അത്യാവശ്യമുണ്ട്. ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ തൈകളാണ് കേട്ടോ. വെണ്ട, അതിലൊക്കെ വെണ്ട വന്ന് നിൽപ്പുണ്ട് കണ്ടോ. ഇതും കത്തിരിക്കയോ മറ്റോ ആണ്, ഇതിൻ്റെ ദൂഷ്യമൊന്നുമില്ല. അതായത് തക്കാളിയുടെ ആണ്. പിന്നെ ഇത് എൻ്റെ താമരകൾ നട്ടിരിക്കുന്ന സ്ഥലമാണ് ഗായ്സ്. നിറയെ താമരകളാണ്, നിറയെ കണ്ടോ. എനിക്ക് ക്രൈസ് ഇതിനോടാണ്. നിറയെ താമരകളാണ്. ഇനിയിപ്പം കുറച്ച് ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട്, ഇതൊക്കെ സെയിലായി കിടക്കുന്നതാണ് കേട്ടോ. അത് സെയിലായി കിടക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സമയം ഇപ്പോൾ ഏതാണ്ട് 2 മണിയൊക്കെ കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും മീനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പച്ചക്കറി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട് ഗൈസ്, ഉണ്ട്. ഉണ്ട്. അപ്പം നമുക്കിതൊക്കെ പറിച്ചെടുക്കാം. അത്യാവശ്യത്തിനായെന്ന് തോന്നുന്നതല്ലേ, എന്നാലും നമുക്ക് ബാക്കിയും കൂടി ഒക്കെ പറിച്ച് വെക്കാമല്ലേ. കുറച്ചും കൂടെ പറിക്കാം. എനിക്കാണെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ എല്ലാം പറിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഗൈസ്. ഇനി കുറച്ച് കുഞ്ഞ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടല്ലേ. നമുക്ക് ആവശ്യത്തിനായല്ലോ. മണ്ണും ഉണ്ട്, എടുക്കുന്നവരുണ്ട് കേട്ടോ. അതും കൂടെ അങ്ങ് പറിക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് മണ്ണ് വരേണ്ടതാണ് കേട്ടോ. അങ്ങനെ മറിച്ചിടാം. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇത്രയും വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ പറിച്ചോളൂ. ഇത്രയും വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അമ്മയ്ക്ക് ഈ വഴുതനങ്ങ അല്ലാണ്ട് വേറെ പടവലത്തിൻ്റെയും പാവലിൻ്റെയും ഒക്കെ കൃഷിയുണ്ട് കേട്ടോ. പിന്നെ മുളക് നിൽപ്പുണ്ട്. ഏറെക്കുറെ എല്ലാം ഒരു വീട്ടിലത്തേക്ക് വേണ്ട ആവശ്യമുള്ളതെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ പറിക്കും, ബാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.